ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ താൻ ദൈവമാണെന്ന് തന്നെ ശ്രവിക്കാനിരുന്ന നിയമജ്ഞരെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം അന്നുണ്ടായിരുന്ന നിയമജ്ഞരും ഫരിസേയരും പ്രമാണികളുമൊക്കെ ദാവീദിൻ്റെ പുത്രനായിരിക്കും മിശിഹ എന്ന് വിശ്വസിച്ചിരുന്നു. ദാവീദിൻ്റെ വംശ പരമ്പരയിൽ നിന്ന് വരുന്നവനായിരിക്കും മിശിഹ, അവിടെ നിന്ന് രാജാവായിരിക്കും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ മിശിഹായുടെ ദൈവത്വത്തിൽ അവർക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു. കാരണം ക്രിസ്തു താൻ മിശിഹായാണെന്നും താൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവരെ പഠിപ്പിച്ചിരുന്നു. ഇത് അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവർ മാനുഷികമായ രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. കാരണം വചനത്തെ പോലും അവരെടുത്തിരുന്നത് ചില മാനുഷികമായ രീതിയിലാണ്. അപ്പോൾ യേശുനാഥൻ അത് വ്യാഖ്യാനിച്ച് നൽകുകയാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് തൻ്റെ പുത്രനാണെങ്കിൽ മിശിഹായെ എന്തുകൊണ്ട് കർത്താവ് എന്ന് വിളിക്കുന്നു എന്നാണ്. ഈ കർത്താവ് എന്ന് പറയുന്നത് ദൈവത്തെ അഭിസംബോധന ചെയ്തിരുന്നൊരു പദവും പിന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നൊരു പദവുമാണ്. അപ്പോൾ ദാവീദ് രാജാവായിരിക്കെ തൻ്റെ മകനെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ വരാനിരിക്കുന്നവൻ്റെ മഹത്വത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദാവീദ് അപ്രകാരം ചെയ്തത്. അപ്പോൾ ദാവീദ് ആത്മാവിനാൽ നിറഞ്ഞത് കൊണ്ടാണ് അവനങ്ങനെ പറയാൻ പറ്റിയത്. ഇത് ആത്മാവില്ലാത്ത മനുഷ്യരാണ് ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്നത്. അപ്പോൾ ഇവർ അറിവും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള മനുഷ്യരാണ്, പക്ഷേ അവർക്കത് ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ആത്മാവില്ലാതായി പോയി. അവരുടെ ജീവിതത്തിലെ വലിയൊരു കുറവ് അതായിരുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് സന്തോഷത്തോടെ ക്രിസ്തുവിനെ സെർവിച്ചു കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തെയാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. ചിലപ്പോൾ അറിവുള്ള മനുഷ്യരായിരിക്കില്ല, പക്ഷെ അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നു, ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു, ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഇത് ദൈവവചനത്തിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമാണ്. ആത്മാവിനാൽ നിറയുമ്പോഴാണ് ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയുക. ക്രിസ്തുവിലെ ദൈവത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ആത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ്. ആത്മാവില്ലാത്ത അറിവാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. ഭയങ്കര സംശയങ്ങളും നമ്മുടെ ചിന്തകൾക്ക് കുഴപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആത്മാവ് നിറയുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങും, നമ്മുടെ അറിവ് നന്മ നിറഞ്ഞതായി മാറും. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ദാവീദ് ആത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ, ക്രിസ്തുവിനെ ശ്രവിച്ചിരുന്ന ജനക്കൂട്ടം സന്തോഷത്തോടു കൂടി അവനെ ശ്രവിച്ചതുപോലെ